10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിലാണ് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ. എങ്ങനെയുണ്ട്? ശബരിമലയിലെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ആലോചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ അയ്യപ്പ ഭക്തി എന്താണെന്ന് കേരളത്തിലെ സാമാന്യ യുക്തിയുള്ള അയ്യപ്പ ഭക്തർക്ക് അത് തിരിച്ചറിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങളുണ്ട്. സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് സത്യവാങ്മൂലം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 1. എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ? 2. ശബരിമലയിലെ ഇത്രയും നാൾ വികസന പ്രവർത്തനം എന്തുകൊണ്ട് നടത്തിയില്ല? 82 ലക്ഷമാണ് കവനന്റ് പ്രകാരം കൊടുക്കേണ്ടത്. അത് ആന്റണി സർക്കാർ ഉയർത്തിയ തുകയാണ്. 10 കോടി കൊടുക്കുമെന്നാണ് പറയുന്നത് ബഡ്ജറ്റ്. അവസാനം ഈ 82 ലക്ഷം പോലും കൊടുത്തിട്ട് 3 വർഷമായി, കൊടുത്തിട്ടില്ല പൈസ. അവിടെ വലിയ പ്രതിസന്ധിയിലാണ് ബോർഡ് പോകുന്നത്. അതിനകത്ത് രാഷ്ട്രീയവും ഇല്ല, ജാതിയോ മതമോ ഒന്നുമില്ല. ഒള്ളി അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം എന്നത് മാത്രമാണ് ഇതിലുള്ളത്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം മുമ്പ് തീരുമാനിച്ച കാര്യമാണ്. ശബരിമലയിൽ 3 ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത്. 1, ഒരാഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റി തീർക്കുക. 2, അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ 1000-ൽ പരം കോടി രൂപയുടെയാണ്. 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുക. അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് പല രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു. വിദേശത്തും സ്വദേശത്തുമുള്ള ഈ ഭക്തന്മാരുടെ അവർക്കൊക്കെ അഭിപ്രായം പറയാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് 2ാമത്തെ കാര്യം. 3, എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോൾ എയർപോർട്ട് വരുന്നു, റെയിൽവേ വരുന്നു. പുതിയ സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുമ്പോൾ സ്വദേശികളും വിദേശികളുമായ അയ്യപ്പ ഭക്തന്മാർക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടി അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കുക. നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ടു പോകുമ്പോൾ രാഷ്ട്രീയ വിവാദം അടങ്ങുന്നില്ല. അയ്യപ്പ സംഗമം കാപട്യമെന്ന് വിമർശിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ശബരിമലയിൽ ഇത്രനാൾ വികസന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല? തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള അയ്യപ്പ ഭക്തി എന്താണ് എന്ന് ജനങ്ങൾക്കറിയാമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കുന്നതിൽ വിവേചനമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വിമർശിച്ചു. ചില കേസുകൾ പിൻവലിക്കുകയും മറ്റ് കേസുകൾ നിലനിർത്തുകയും ചെയ്യുകയാണ്. വനിതാ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നും തിരുവഞ്ചൂർ ചോദിക്കുന്നു. BJPയും ഉയർത്തുന്നുണ്ട് നിരവധി ചോദ്യങ്ങൾ. ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം പിൻവലിച്ചാലും സർക്കാർ സത്യവാങ്മൂലം പിൻവലിക്കുമോ? സർക്കാരാണോ ദേവസ്വം ബോർഡാണോ ചടങ്ങ് നടത്തുന്നത്? യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് എന്ത്? ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ സർക്കാരിന് ഇപ്പോഴും സാധിക്കുന്നുണ്ടോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു, ശ്രീ രാഹുൽ ഈശ്വർ അയ്യപ്പ സംരക്ഷണ സമിതി, ശ്രീ VR അനൂപ് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ CPIM നേതാവ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ. ഇതാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, ഈ അയ്യപ്പ സംഗമം എന്നത് കാപട്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണോ ഈ ഭക്തി ഉണ്ടാകുന്നത്? ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഈ അയ്യപ്പ സംഗമത്തിന് മുമ്പ് നൽകാൻ സംസ്ഥാന സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിക്കുമോ എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾ പലപ്പോഴായി മുതിർന്ന CPIM നേതാക്കളോട്, സർക്കാർ പ്രതിനിധികളോട്, ദേവസ്വം ബോർഡിനോടൊക്കെ ചോദിക്കുമ്പോഴും അതിന് ഷാർപ്പായ ഒരു മറുപടി എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നൽകാൻ സാധിക്കാതെ പോകുന്നത്? ഷാർപ്പായ മറുപടി നൽകാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട ആങ്കറുടെ വ്യാഖ്യാനമെന്നാണ് ഞാൻ മറുപടിയായി എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ 5 വർഷം പൂർത്തിയാകാൻ പോകുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, 2ാം പിണറായി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി അതിൻ്റെ നല്ല വശങ്ങളെ സംബന്ധിച്ച് സതുദ്ദേശപരമായി ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി കഴിയുമോ? ഏതെല്ലാം പ്രവർത്തനങ്ങൾ, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ടോ ആ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങളെ എല്ലാം തന്നെ തുരങ്കം വയ്ക്കുന്ന നിലയിലും സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുന്ന നിലയിലും അഭിപ്രായ പ്രകടനം നടത്തുക മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഉദാഹരണം, എനിക്കൊരു 1000 കാര്യങ്ങൾ നിരത്താൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ പാവപ്പെട്ടവന് തലചായ്ക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുന്ന ലൈഫ് ഭവന പദ്ധതി ഇപ്പോൾ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പച്ചക്കള്ളം കേരളത്തിലെ ജനങ്ങളെ നോക്കി ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ
പറഞ്ഞയാളാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹം പറഞ്ഞു 50,000 വീടുകൾ ഇതിൽ ഞങ്ങൾ പണി പൂർത്തീകരിച്ചു നൽകിയതാണ്. കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് അന്നത്തെ പ്രതിപക്ഷ MLA-മാരിലൊരാൾ അന്നത്തെ ഭവന വകുപ്പിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ MK മുനീറിനോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങൾ ഈ ഭരണത്തിന് കീഴിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭവന പദ്ധതി നടപ്പിലാക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തനതായി ഞങ്ങൾക്കൊരു ഭവന പദ്ധതിയും ഇല്ല എന്ന് പറഞ്ഞ ചോദ്യവും ഉത്തരവും നിയമസഭാ രേഖകൾക്കകത്തുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കേരളത്തിലെ ജനങ്ങളെ നോക്കി ഭവന പദ്ധതിയുടെ കാര്യത്തിൽ പോലും പച്ചക്കള്ളം പറഞ്ഞ ഒരു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവിൻ്റെയും ഭാഗത്തു നിന്ന് ആഗോള അയ്യപ്പ സംഗമം പോലുള്ള പരിപാടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നീതിപൂർവമായിട്ടുള്ള വാക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പില്ല. അത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വികാരം എന്താണെന്നും അദ്ദേഹത്തെ ഇതൊക്കെ സംസാരിക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തിപ്പിക്കുന്ന പ്രചോദനം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായ ഒരു ധാരണ ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും എടുക്കുന്ന ഒരു മുൻകൈയുണ്ട്, ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. ആ ഇനിഷ്യേറ്റീവിനെ പരമാവധി ജനങ്ങളുടെ മുന്നിൽ മോശപ്പെടുത്തുക. അതിൽ RSSന് കൃത്യമായൊരു അജണ്ട ഉണ്ടാവാം, സംഘപരിവാർ സംഘടനകൾക്ക് കൃത്യമായ അജണ്ട ഉണ്ടാവാം. സംഘപരിവാർ സംഘടനകൾക്കൊപ്പം ഒരു B ടീമായി കേരളത്തിൻ്റെ പ്രതിപക്ഷം അധപ്പതിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടാകണം. ആ തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു നാളിതുവരെയുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗ് അവരുടെ ഉൾപാർട്ടി സംവിധാനത്തിനകത്ത്, മുന്നണി സംവിധാനത്തിനകത്ത് അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തകളിലൂടെയുള്ള വിവരമാണ് അത്. അവിടെ നിന്നും കോൺഗ്രസ് ഏറെ വ്യതിചലിച്ചു പോവുകയാണ്. ഇത് കോൺഗ്രസിന്റെ അധപ്പതനത്തിലേക്ക് വഴിതെളിക്കും എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ VR അനൂപ്, ഇതാ എൻ്റെ ചോദ്യം. ഇതിന് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നൽകിയ മറുപടി, ഷാർപ്പായൊരു മറുപടി എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. VD സതീശനെ പോലെ ഒരാൾ ഉന്നയിക്കുന്ന നിരവധിയായ സംശയങ്ങളുണ്ട്. അത് സംഘപരിവാറിൻ്റെ B ടീമായി നിന്നുകൊണ്ടാണ് ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. VD സതീശൻ ഏറ്റവും ഒടുവിൽ നടത്തുന്ന പ്രതികരണം എന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാപട്യത്തിൻ്റെ ഭാഗമാണ്. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് CPIM-ന് അല്ലെങ്കിൽ സർക്കാരിനൊക്കെ ഈ ഭക്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കാപട്യമായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് 2 പ്രതികരണങ്ങളാണ് നമ്മൾ നൽകിയിരുന്നത്. ഒന്ന് VD സതീശൻ്റേത്, മറ്റൊന്ന് VN വാസവൻ്റേത്. VN വാസവൻ ആ പ്രതികരണത്തിൽ പറയുന്നത് ഇത് ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നേരത്തെ ഏതാണ്ട് 1 വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അതിൽ 3 ലക്ഷ്യങ്ങളുണ്ട്. അത് ആ 3 ലക്ഷ്യങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഒരു സംഗമം എന്നതിനപ്പുറത്ത് ഇത് രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ്. അപ്പോൾ VD സതീശനടക്കം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ മറുപടി മതി, അല്ലെങ്കിൽ ഈ മറുപടി എന്നത് ഷാർപ്പാണ് എന്നാണ് താങ്കൾ പറയുന്നത്? VD സതീശൻ ഇക്കാര്യത്തിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മതിയായ ഉത്തരം നൽകി കഴിഞ്ഞു. ഇവിടെ CPM-ന്റെ ബഹുമാന്യനായ പ്രതിനിധി പറയുന്നത് എന്താ? BJP-യുടെ B ടീം ആരാണ് എന്നൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് പോലും തുടർച്ചയായി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ഗുരുവിന്റെ പകർപ്പ് എന്നാ പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഗുരു ഗോൾവാൾക്കർ ആണെന്ന് തോന്നുന്നു. ശ്രീനാരായണ ഗുരു ഒരിക്കലും ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു ആത്മീയ നിലപാട് പറഞ്ഞ ഒരാളല്ല. അപ്പോൾ സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്, സംഘപരിവാറിന്റെ B ടീമായി പ്രവർത്തിക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല. ഞങ്ങൾ എന്താ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന CPM-ന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിന് വലിയൊരു അവസരം ഒരുക്കി കൊടുക്കുന്നത് ആരാ? ഇപ്പൊ ഇവർ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുന്നു. ഇവരതിന് പറയുന്ന ഒരു കാരണം എന്താ? ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികം. സത്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ പറയുന്ന വാർഷികമാണെങ്കിൽ അത് ശബരിമല അയ്യപ്പ സംഗമമായി ആഘോഷിക്കേണ്ട ഒന്നല്ലല്ലോ. ഒരുപാട് ക്ഷേത്രങ്ങൾ ശബരിമലയുമായി എന്തെങ്കിലും പ്രത്യേക ബന്ധം അതിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അവർ സത്യത്തിൽ CPM ഞങ്ങളിത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഞങ്ങളുടെ നിലപാടാണെന്ന് തുറന്നു പറയാനുള്ള ധീരത പോലും അവർക്കില്ല. അവർ ഒളിച്ചു കടത്തുകയാണ്. ഈ ഒളിച്ചു കടത്തലുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരു വശത്ത് CPM ഇവിടെ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബദൽ സംഗമം നടത്താൻ നിൽക്കുകയാണ് സംഘപരിവാർ. സംഘപരിവാർ ഈ ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സുവർണാവസരമാണ് എന്ന് അന്നത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാ. ഇത് വീണ്ടും
സംഘപരിവാറിന് ഒരു സുവർണാവസരം സൃഷ്ടിക്കാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കി കൊടുക്കുന്നത്. ഞങ്ങൾ അതിനെയാണ് എതിർക്കുന്നത്. ഇവർ ഈ ശബരിമല വിവാദ കാലത്ത് ഞങ്ങളെക്കുറിച്ച്, കേരളത്തിലെ പ്രതിപക്ഷത്തെ കുറിച്ച്, കേരളത്തിലെ UDF സംവിധാനത്തെ കുറിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഏറ്റവും വലിയ ആക്ഷേപമായി ഇവർ ഉന്നയിച്ചത് എന്താ? ഞങ്ങളൊക്കെ മഹാപിന്തിരിപ്പന്മാർ, പുരോഗമനകാരികൾ എന്ന് പറയുന്നത്, നവോത്ഥാനം സൃഷ്ടിക്കാൻ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്, പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് ആണ്. എന്നിട്ട് ഇപ്പോൾ ഇവരെന്താ പറയുന്നത്? ബിന്ദു അമ്മണിയെ ആ സംഗമത്തിലേക്ക് വിളിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇവര് പറയുന്നത് ബിന്ദു അമ്മണി വിശ്വാസിയല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോ ഞങ്ങൾ എടുത്തതിൽ നിന്ന് ഗുണപരമായി വ്യത്യസ്തമായ നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആ നിലപാടിലേക്ക് വരുമ്പോൾ അത് ഞങ്ങളുടെ പഴയകാല നിലപാടുകൾ പറ്റിപ്പോയി, ഞങ്ങൾ നിലപാട് തിരുത്തിയിരിക്കുന്നു എന്ന് പറയാനൊരു ആർജവം വേണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ആർജവം പ്രകടിപ്പിക്കേണ്ട ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ. ഇവർ സത്യത്തിൽ ശബരിമലയെ സംബന്ധിച്ച് CPM-ന്റെ ലക്ഷ്യങ്ങൾ, ഭരണമുന്നണിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നിഗൂഢമാണ്, ദുരൂഹമാണ്. ഇവർ ഈ കാര്യത്തിൽ ഒരു സത്യസന്ധതയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇത്തരം നിലപാടുകളൊക്കെ സ്വീകരിച്ച ആളുകളെ ഒരു ബൈനറി സൃഷ്ടിക്കുകയാണ്. ഞങ്ങളൊക്കെ വലിയ പുരോഗമനകാരികൾ, നിങ്ങളൊക്കെ പിന്തിരിപ്പന്മാർ. ഇപ്പൊ ആ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവർക്കത് പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. ഞങ്ങൾ അതിനകത്ത് ഒരു പ്രായോഗികമായ, കോൺഗ്രസിനകത്ത് പോലും വ്യത്യസ്തമായ നിലപാടുകളുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ അതൊന്നും മറച്ചു വെക്കുന്നില്ല. ജെൻഡറുമായി ബന്ധപ്പെട്ട്, ലിംഗനീതിയുമായൊക്കെ ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളുണ്ട്. പക്ഷെ ഞങ്ങൾ എടുത്ത നിലപാട്, ഇവിടെ നമ്മൾ ഇത്തരം നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ആ വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഏറ്റവും വലിയ മുതലെടുക്കാൻ പോകുന്നത് സംഘപരിവാറാണ്. അതുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾ സമം സംഘപരിവാർ എന്നുള്ള ഒരു നരേറ്റീവ് അപകടകരമാണ്. നിങ്ങൾ ഈ വിശ്വാസികളെ, ശബരിമലയെ സംബന്ധിച്ച് ആശങ്കയുള്ള ആളുകളെ മുഴുവൻ സംഘപരിവാർ പക്ഷത്തേക്ക് തള്ളിവിടരുത്. ഇവരുടെ വിശ്വാസികളുടെ വിശ്വാസത്തെ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്ന വളരെ പ്രായോഗികവും കൃത്യവുമായ നിലപാട് സ്വീകരിച്ച ആളുകളാണ്. ഈ പറയുന്ന CPM-ന്റെ അന്നത്തെ നിലപാട് എന്താ, ഇന്നത്തെ നിലപാട് എന്താ? ഇവർ ഒളിച്ചു കളിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു. ഇവർ വലിയ സംഘപരിവാർ വിരുദ്ധരാണ് എന്നല്ലേ CPM-ന്റെ പ്രതിനിധി അവകാശപ്പെടുന്നത്? ഇപ്പോ ശബരിമലയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് ശബരിമലയെ കുറിച്ച് ഏറ്റവും വലിയ ആക്രമണങ്ങൾ നടന്നത് വാവർ സന്നിധിയുമായി ബന്ധപ്പെട്ട. ശബരിമലയിൽ ഒരു വാവർ സ്വാമിയുടെ നട എന്ന് പറയുന്നത് അടിച്ചു തകർക്കണം എന്ന് പറയുന്നത് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന വിജി തമ്പിയ. B ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി വയനാട് വന്ന് പ്രസംഗിച്ചു പോയി ശബരിമലയിൽ വാവറുള്ളത് കൊണ്ട് നാളെ വഖഫ് ഭൂമിയാണെന്ന്. ഇത് രണ്ടിനുമെതിരെ കേസ് കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. വയനാട് B ഗോപാലകൃഷ്ണനെതിരെ ഇപ്പോഴും ഞാൻ ഈ കൽപ്പറ്റ കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സംഘപരിവാർ ശബരിമലയെ ആക്രമിക്കുന്ന ഒരു സന്ദർഭത്തിലും പിണറായി വിജയന്റെ പോലീസ്, പിണറായി വിജയന്റെ സർക്കാർ ഒരു നടപടി എടുത്തിട്ടില്ലെന്നേ. ഇവർ സംഘപരിവാറിന് വേണ്ടി കളമൊരുക്കി കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളെ പോലുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി, വ്യക്തമായി ഇതിനെ എതിർക്കുമ്പോൾ നിങ്ങൾ സംഘപരിവാർ ഒരേ ഭാഷയിൽ സംസാരിക്കുകയാണെന്ന് പറയാം. ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ വിശ്വാസികളുടെ ആശങ്കകൾ അഡ്രസ് ചെയ്യണമെന്ന് പറയുന്നത് വിശ്വാസികൾ സമം സംഘപരിവാർ അല്ലാതെ. അപ്പോൾ ഈ അനൂപ്, അതായത് നമ്മൾ ഇതിന്റെ രാഷ്ട്രീയം നേരത്തെയും പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തത് കൊണ്ടാണ് ഇപ്പോഴും ഈ സംഗമത്തിന്റെ ഭാഗമാകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു വ്യക്തമായ ധാരണയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, കോൺഗ്രസ് അതിനകത്ത് ഈ ഘട്ടത്തിൽ സർക്കാരിന് വിശ്വാസത്തിലെടുക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി ആവർത്തിച്ച് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ ഉദ്ദേശം ഞങ്ങളെ സംബന്ധിച്ച്, കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സംശയാസ്പദമാണ്. ശരി, ഒരു 10 വർഷം ഇത്തരം ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു, അപ്പുറത്ത് സംഘപരിവാറിന് ഒരു ബദൽ സംഗമത്തിന് അവസരം ഉണ്ടാക്കുന്നു, കേരളീയ സമൂഹത്തിൽ ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്നു. അല്ലാതെ സൃഷ്ടിപരമായി ഒരു ലക്ഷ്യവും ഈ സംഗമത്തിനില്ല എന്നത് വ്യക്തമല്ലേ? പിന്നെ ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന പിണറായിയുടെ വിജയൻ സ്ഥിരമായി കാണുന്ന സ്വകാര്യ ജ്യോതിഷിയാണ് പറഞ്ഞത് നടത്താനെന്ന് പറയുന്നുണ്ട്. ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തുണ്ടാക്കിയപ്പോൾ അത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അത്തരം ആധികാരികതയില്ലാത്ത അത്തരം ആരോപണങ്ങളൊന്നും ഇത്ര ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ എന്തിനു നടത്തുന്നു എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത CPM-നാണ്. ആളുകൾ അങ്ങനെ സംശയിച്ചാൽ അവർ കുറ്റം പറയാൻ. അല്ല, അങ്ങനെ ജ്യോതിഷി ഏതാണ്ട് 1 കൊല്ലം മുന്നേ ഒക്കെ പ്ലാൻ ചെയ്യുമെന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, അത് കുറച്ചു മുമ്പേ പ്ലാൻ ചെയ്ത് തുടങ്ങിയല്ലോ. പശുത്തൊഴുത്തുണ്ടാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രിമാർ, ഈ പറയുന്ന ഗുരുവായൂരപ്പ ഭക്തനായ K കരുണാകരൻ മുതൽ വിശ്വാസിയെ എല്ലാം നിരവധി പേർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അന്നൊന്നും ഇവിടെ പശുത്തൊഴുത്തുണ്ടായിട്ടില്ല. അതായത് ഈ പശുത്തൊഴുത്ത് താങ്കൾ ഈ പറയുന്നത് പിണറായി വിജയൻ വിശ്വാസത്തിന്റെ പുറത്ത് ആരംഭിച്ചതാണ് എന്നാണ്?
വാസ്തുശാസ്ത്രപരമായി അദ്ദേഹത്തിന് അങ്ങനെ നിർദ്ദേശങ്ങൾ വീടിനകത്ത് പശുത്തൊഴുത്ത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതൊന്നും ആധികാരികമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു. പക്ഷേ ഈ CPM-നകത്ത് നിന്ന് തന്നെയല്ലേ വിശ്വാസങ്ങൾ, CPM സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെയല്ലേ ഈ പറയുന്ന ജോത്സ്യന്മാരെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വാസത്തിൽ എടുക്കുന്ന കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ വന്നത് CPM-ന്റെ സംസ്ഥാന സമിതിയിലാണ് അല്ലേ? അല്ല, അത് ജ്യോത്സ്യനുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ. അതിപ്പോൾ ഒരു ജ്യോത്സ്യ പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് ജ്യോതിഷത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് കാണാൻ സാധിക്കൂ എന്നൊക്കെ വിലയിരുത്താൻ സാധിക്കുമോ? അല്ല, അല്ലെങ്കിൽ CPM വ്യക്തമാക്കട്ടെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പുതിയ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നേരത്തെ അവർ പറഞ്ഞു വാദം നിലനിൽക്കുന്നില്ല. ദേവസ്വം ബോർഡിന്റെ വാർഷികമാണെങ്കിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാ, പല ക്ഷേത്രങ്ങളും ഉണ്ട്. എന്തിനായി? അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ പ്ലാറ്റിനം ആഘോഷം അല്ലെങ്കിൽ ശതാബ്ദി ആഘോഷം എന്ന് പറഞ്ഞ് അങ്ങനെ നടത്തിക്കൂടെ? അപ്പൊ ഇത് ആഗോള അയ്യപ്പ സംഘം എന്ന ടൈറ്റിൽ കൊടുത്ത് ഇങ്ങനൊരു സംഗമം നടത്തുന്ന പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് നേരത്തെ പറഞ്ഞ ഉദ്ദേശമാണോ, അതല്ലെങ്കിൽ വേറെ രാഷ്ട്രീയമായ നേരത്തെ പറഞ്ഞ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് നടത്തുന്നതാണോ എന്ന് വിശദമാക്കേണ്ടത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. ശരി, ശ്രീ RV ബാബു, അതായത് പ്രതിപക്ഷ നേതാവ് ഈ സംശയമാണ് ഉയർത്തുന്നത്. ഇതൊരു തരം കാപട്യമാണ് എന്ന് പറയുന്നു, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ഭക്തി മാത്രമാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ ഇത് സംഘപരിവാറിനുള്ള അവസരമൊരുക്കലാണ് എന്നുകൂടി കോൺഗ്രസ് പാളയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിരവധിയായ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം അനുസരിച്ച് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പുനഃപരിശോധിക്കുന്നതിന് നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ സർക്കാർ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്ന സാഹചര്യമുണ്ട്. ഈ സംഗമത്തിന് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഈ സംശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി സർക്കാർ തലത്തിൽ നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നുണ്ടോ ശ്രീ RV ബാബു? ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോ വല്ലാത്തൊരു പ്രതിരോധത്തിലാണ്, ആശയക്കുഴപ്പത്തിലാണ്. പരിപാടിയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ്, അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ആ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ആ പരിപാടി ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആരംഭിച്ചത്, പക്ഷെ ആ ലക്ഷ്യം അവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇവിടെ അതിന് മുൻപായിട്ട് ഈ കോൺഗ്രസിന്റെ നേതാവും CPM-ന്റെ നേതാവും ഒക്കെ പറഞ്ഞു, ഈ സംഘപരിവാർ ഇവിടെ സ്വാധീനം ഉറപ്പിക്കുന്നു, സംഘപരിവാറിന് പരവതാനി വിരിക്കുന്നു, സംഘപരിവാറിന് വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നൊക്കെ. ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നൊക്കെ പറയാറുണ്ട് സാധാരണ. അങ്ങനെ കരഞ്ഞു തീർക്കാനേ പറ്റുള്ളൂ. കാരണം കേരളത്തിൽ സംഘപരിവാറും സംഘപരിവാറിന്റെ ആശയവും ഒക്കെ ഇന്ന് സ്വാധീനം ഉറപ്പിച്ചത് ഇവരുടെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല. കേരളത്തിൽ കഴിഞ്ഞ 10, 50, 60 വർഷമായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ 80 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ച് നേടിയെടുത്ത സ്വാധീനമാണ്. അത് കേരളത്തിൽ ഈ രണ്ടു മുന്നണികളും നടത്തിയിട്ടുള്ള ഇരട്ടത്താപ്പുകളും വർഗീയ പ്രീണനങ്ങളും കേരളത്തിലെ ഹൈന്ദവ സമൂഹം, പ്രത്യേകിച്ച് ഹൈന്ദവ ഭൂരിപക്ഷ സമൂഹം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘപരിവാറിന് കേരളത്തിൽ സ്വാധീനം കിട്ടിയത്. ഇവരുടെ ആരുടെയും ഔദാര്യം കൊണ്ടല്ല. ഇവിടെ സംഘപരിവാറിന്റെ വർഗീയതയെ കുറിച്ചൊക്കെ വലിയ തോതിൽ ശബ്ദിക്കുന്ന ആളുകൾ ആരാണ്? അവർ ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും കൂടെ നിർത്തിക്കൊണ്ടാണ് സംഘപരിവാറിനെ ആക്രമിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള തനി തീവ്രവാദ വർഗീയ പ്രസ്ഥാനം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിന്റെ തോളിൽ നിന്നുകൊണ്ടാണ് സംഘപരിവാറിനെ വർഗീയ പ്രസ്ഥാനമായിട്ടൊക്കെ പറയുന്നത്. അവര് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ വലിയ തോതിൽ വിമർശിക്കും. ആരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ നിന്നുകൊണ്ട് ആണ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം വിഷയത്തിലേക്ക് ഊന്നിക്കൊണ്ട് പറയുന്ന പകരം സംഘപരിവാറിനെ 4 ചീത്ത പറഞ്ഞാൽ അതാണ് ചർച്ചയ്ക്ക് വേണ്ടത് എന്ന് ധരിച്ചുകൊണ്ട് ചർച്ചയിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിന് ചെറിയ മറുപടി ഒതുക്കിക്കൊണ്ടങ്ങ് പോവുകയാണ്. ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അടിസ്ഥാന പ്രശ്നം ഈ അയ്യപ്പ സംഗമം കാപട്യമാണ് എന്ന് തുടക്കത്തിലേ പറഞ്ഞത് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴാണ് പറഞ്ഞതെങ്കിൽ ഇത് പ്രഖ്യാപിച്ച കാലഘട്ടം മുതൽ ഇത് കാപട്യമാണ്. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ പുള്ളിപ്പുലിയുടെ പുള്ളി മായ്ച്ചാൽ മായുന്നതല്ല. അയ്യപ്പ വിശ്വാസ സംഘം അല്ലെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞാൽ, ഈ പുലി വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കാൻ സാധിക്കുക? ചെന്നായ നാളെ വന്നിട്ട് ഞാൻ ഇനി മുതൽ എന്റെ ഹിംസയൊക്കെ നിർത്തി ഞാൻ ഇനി അഹിംസാവാദിയാണ് എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധ്യമാണ്? അപ്പൊ ചെന്നായ അഹിംസാവാദിയാണ് എന്ന് പറയുന്ന പോലെയാണ് മാർക്സിസ്റ്റുകാർ
വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത്. കാരണം ഇതപര്യന്തമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം ഹൈന്ദവ വിശ്വാസങ്ങളെയും സാംസ്കാരിക മാനബിന്ദുക്കളെയും ഒക്കെ തികച്ചും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നാളിതുവരെയുള്ള ചരിത്രം അതാണ്. ഞാൻ അതിനെ എണ്ണി എനിക്ക് പറയാൻ കഴിയും. ആ സമയം ഞാൻ ഇവിടെ എടുക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ കബളിപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇത് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞു. ശരി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ കേരളത്തിൽ നൽകിയിട്ടുള്ള ഒരു വലിയ സൂചനയുണ്ട്. ആ സൂചന എന്താണ്? കേരളത്തിലെ ഹൈന്ദവ സമൂഹം മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ഹൈന്ദവ സമൂഹം നാളിതുവരെ പിന്തുണച്ചിരുന്ന ഇടത് വലത് പ്രസ്ഥാനങ്ങളെ മാറ്റി ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോഴാണ് അവർക്ക് അയ്യപ്പന്മാരോട് ഭക്തി. ക്രൂരമായി അയ്യപ്പന്മാരെ വേട്ടയാടിയ ചരിത്രമാണ് ഇവർക്ക്. അയ്യപ്പ വിശ്വാസത്തിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ പേരിൽ നടത്തിയ സമരങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി സ്ത്രീകളെയും കുട്ടികളെയും വരെ അറസ്റ്റ് ചെയ്ത് തന്ത്രിയുടെ ഭാര്യയെ 85 വയസ്സുള്ള തന്ത്രിയുടെ ഭാര്യയെ വരെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി അയ്യപ്പന്മാരെ പീഡിപ്പിച്ച ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഭരണകൂടത്തിന് അയ്യപ്പ വിശ്വാസത്തോട് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്, അവിശ്വസനീയമാണ്. ശരി. പക്ഷേ ശ്രീ ആർ വി ബാബു, ഞാനിന്ന് ഇടപെട്ട് ചോദിക്കുന്നത്, താങ്കൾ ഈ പറയുന്നത് പോലെയെങ്കിൽ കേരളത്തിലെ മുഖ്യധാര സാമുദായിക സംഘടനകൾ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിന് പിന്തുണ അർപ്പിക്കേണ്ട പശ്ചാത്തലമല്ലല്ലോ ഉള്ളത്. പക്ഷേ അവിടെ നമുക്കറിയാമല്ലോ എത്രയോ ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും വ്യക്തമാണല്ലോ. അല്ല, അത് ശബരിമല പ്രക്ഷോഭ കാലത്തും നവോത്ഥാന മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കി കുറെ ഹിന്ദു സംഘടനകൾ അതിനൊപ്പം ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്പോ ഹൈന്ദവ സംഘടനകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും ഉണ്ട്. അവരത് എടുക്കുന്നു. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവരെല്ലാം ഒരു കാര്യത്തിൽ വളരെ ശക്തമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ NSS ആയാലും SNDP ആയാലും യുവതീ പ്രവേശന വിഷയത്തിൽ അവര് വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ യുവതീ പ്രവേശനത്തിലെ SNDPയുടെയും NSSന്റെയും അഭിപ്രായത്തെ സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ, പിന്തുണയ്ക്കുന്നുണ്ടോ? അതേ അഭിപ്രായമാണ് തങ്ങൾക്ക് എന്ന് സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇതുവരെ? MV ഗോവിന്ദൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു ദിവസം പറയുന്നു ഇത് കഴിഞ്ഞ അധ്യായമാണെന്ന്, അടുത്ത ദിവസം പറയുന്നു ഇത് അടഞ്ഞ അധ്യായമല്ല എന്ന്. ഏതാണ് ശരി? ഇത് അടഞ്ഞ അധ്യായമല്ല എന്നുള്ളതാണോ ശരി? കഴിഞ്ഞ അധ്യായമാണ് എന്നുള്ളതാണോ ശരി? അപ്പോ കാപട്യമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്ര. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര കാപട്യമാണ്. അത് ഹൈന്ദവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക, വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി സംഗമം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നടത്തുമ്പോൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. ഇത് മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വികസന പദ്ധതികൾ ചർച്ച ചെയ്യുക എന്നുള്ള നിലയ്ക്കല്ല. അയ്യപ്പന്മാരെ തികച്ചും വിഭജിക്കുന്ന സമീപനമാണ്. അയ്യപ്പന്മാർക്ക് കൊടുക്കുന്ന പണത്തിന്റെ തോതനുസരിച്ച് അവർക്ക് ഡയമണ്ട് കാർഡ്, ഗോൾഡൻ കാർഡ്, സിൽവർ കാർഡ്, ഇത് ശബരിമല സന്നിധാനത്തിന്റെ നാളിതുവരെ തുടർന്നു വന്ന പാരമ്പര്യത്തിന്റെയും അതിന്റെ പൈതൃകത്തെയും തരിപ്പണമാക്കുന്നതാണ്. ആ നിലപാടെടുക്കുകയാണ്. ശബരിമല അയ്യപ്പന്മാരെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയാണ്. ഈ തരത്തിൽ ഇത് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് സുരേഷ്, ഇതാ നമ്മൾ ഈ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുതൽ ഇതിന്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നതാണ്. ഇപ്പോഴും ഈ ആർ വി ബാബു ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്നതുകൊണ്ടാണ് ഈ വിഷയം നമുക്ക് ആവർത്തിച്ചെടുക്കേണ്ടതായി വരുന്നത്. നിലവിൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. അതേ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ആ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം, ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ സംഘാടകരും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനവും ഒക്കെയായി നിരീക്ഷിക്കുമ്പോൾ വളരെ വ്യക്തമാണ് സർക്കാർ ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ദേവസ്വം ബോർഡ് അതിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെയെങ്കിൽ സർക്കാർ നിലവിൽ നിലപാട് തിരുത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായൊരു മറുപടിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. കോടതിയുടെ ഭാഗത്ത് നിന്ന് അടക്കമുണ്ടായ ചില വിമർശനങ്ങളാണ് ആർ വി ബാബു ഇവിടെ ഈ പണത്തിൻ്റെ മൂല്യം വെച്ചുകൊണ്ട് അയ്യപ്പ ഭക്തരെ തരംതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ
അയ്യപ്പ ഭക്തരോടുള്ള സമീപനം എന്താണ്? ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യം, അതായത് ഈ കേസിൽ തന്നെ ഭക്തരെ രണ്ടാക്കുന്നൊരു സാഹചര്യമാണോ ഉള്ളത്? അതായത് സർക്കാരിന് ഉചിതമെന്ന് തോന്നുന്ന കേസുകൾ പിൻവലിക്കുക, മറ്റേ കേസുകൾ അവിടെ നിലനിർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരു സമീപനം, ഒരു ഇരട്ടത്താപ്പ് ഈ വിഷയത്തിലുടനീളം സർക്കാർ ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് സംശയം. അല്ല, ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറയാം. അതിനു മുൻപ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയും സംഘപരിവാർ സംഘടനകളുടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയും പറഞ്ഞ കാര്യങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. അതിലൊന്ന്, ഈ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ സംബന്ധിച്ചാണ് UDFൻ്റെ പ്രതിനിധി. അദ്ദേഹം 2 കാര്യങ്ങൾ പറഞ്ഞു. ചില കാര്യങ്ങൾ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ പറയുന്നത് ആധികാരികമല്ല, കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് KPCC ഓഫീസിലൊക്കെ പറയുന്ന മർമറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതെന്ന് പറയുകയാണ്. ആധികാരികമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് സുഹൃത്തെ ഇത്തരം ഒരു വേദിയിൽ വന്നതെന്ന് പറയുന്നതെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് പറയാൻ ന്യൂനപക്ഷ വിരുദ്ധതയെക്കുറിച്ചോ വേട്ടയെക്കുറിച്ചോ പറയാൻ കോൺഗ്രസ്സിന് എന്താണ് ആത്മാർത്ഥതയുള്ളത്? എന്ത് ധൈര്യത്താലാണ് കോൺഗ്രസ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിങ്ങനെ പറയുന്നത്? ഇന്ത്യയുടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ടയ്ക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തും 50ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ആട്ടിപ്പായിച്ചുകൊണ്ട് അവർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ ബുൾഡോസർ കയറ്റി ഇടിച്ച് നിരത്തി കണ്ണീർ കടലാക്കിയ ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. ഞാൻ ചർച്ചയുടെ ഗതി മാറിപ്പോകുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ പത്നി തന്നെ നേരിട്ട് ആ ന്യൂനപക്ഷ വേട്ട കണ്ട് കണ്ണീരോടുകൂടിയാണ് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിളിച്ചത്. ഈ കൂട്ടക്കൊല, ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കുമെന്നു. അവരാണ് ഇന്നിപ്പോൾ ന്യൂനപക്ഷ സംരക്ഷകരായി ചമഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം ആങ്കർ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിച്ചു. ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ ശരിയായ നിലപാട് എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി പറയാൻ അദ്ദേഹം ഈ ചർച്ച കഴിയുന്നതിന് മുൻപ് വ്യക്തമായി പറയാൻ അദ്ദേഹത്തിന് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ക്ഷുദ്രപ്രയോഗം, അത് KPCC പ്രസിഡന്റിൻ്റെ വീട്ടിൽ ക്ഷുദ്രപ്രയോഗവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കുഴിച്ചെടുക്കുകയും അതിനകത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഉപദേശവുമൊക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അതുപോലെയാണ് എല്ലായിടത്തും എന്ന നിലയിലാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അത് ശരിയല്ല, അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകണമെന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്, ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെന്ന് പറയുന്നത് അത് മോശപ്പെട്ട ചരിത്രമാണ്, അത് ഹിന്ദു വിരുദ്ധ ചരിത്രമാണെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിന്നിട്ടുണ്ടാകും. അത് സഖാവ് P. കൃഷ്ണപിള്ളയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, AKGയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, EMSൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് അത് തോന്നാം. സമൂഹത്തിലെ പാർശ്വവൽകൃത ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നയിച്ച, അത് ക്ഷേത്രപ്രവേശന വിളംബരം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം അത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ഭാഗം മാത്രം സംസാരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, തമിഴ്നാട്ടിൽ പോലും ജാതി മതിലുകൾ ഇപ്പോഴും ഉയരുകയാണ്. ആ ജാതി മതിലുകൾക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ മുന്നണി പോരാളി എന്ന് പറയുന്നത് CPM ആണ്. ആ ചരിത്രം അദ്ദേഹം ഇവിടെ പറയാൻ ഒരിക്കലും തയ്യാറാകില്ല. അദ്ദേഹം പറയുന്നത് മറ്റൊരു ഹിന്ദുത്വ വശത്തെ സംബന്ധിച്ചാണ്. ആ ഹിന്ദുത്വ എന്ന് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഞാൻ പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കാൻ ഇടവരരുത്. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ രീതിക്കെതിരായി എല്ലാ കാലത്തും നിലപാട് CPM സ്വീകരിച്ചിട്ടുണ്ട്. അത് ദഹിക്കാതെ വരുമ്പോഴാണ് നിങ്ങൾ ഇതിനെ ആകെ പരത്തി ഞങ്ങൾ ഹിന്ദുക്കൾക്കാകെ എതിരാണ് എന്ന നിലയിൽ വർത്തമാനം പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇന്ന് കേരളത്തിലെ എല്ലാ മതവിശ്വാസികളും, പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികൾ തിരിച്ചറിഞ്ഞതിൻ്റെ ചില പ്രതികരണങ്ങൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പ്രതികരണങ്ങളുടെ ഡീറ്റെയിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല. ആ പ്രതികരണങ്ങളാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വിജയമായി ഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഇവിടെ സ്ത്രീ പ്രവേശനത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച്, RSS ചരിത്രത്തെ സംബന്ധിച്ച് താങ്കൾ, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ ചരിത്രത്തെ സംബന്ധിച്ചുകൂടെ താങ്കൾ നന്നായിട്ടൊന്ന് വിശകലനം ചെയ്യാൻ തയ്യാറാകണം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് സംസാരിച്ച ഒരാളാണ് ഭാഗ്യവശാൽ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
നിങ്ങളുടെ ബൗദ്ധിക തലത്തിൽ ഏറ്റവും പ്രമുഖനായി നിൽക്കുന്ന ശ്രീ TG മോഹൻദാസ് ഇതിനെ അനുകൂലിച്ച ആളാണ്. എന്തിനേറെ പറയുന്നു, RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ ആദ്യ ലേഖനമെന്ന് പറയുന്നത് ഈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വിധിയാണ്, അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വാർത്തയാണ് മുഖപ്രസംഗമടക്കം വന്നിട്ടുള്ളത്. പിന്നീട് RSSന്റെ എല്ലാ നേതാക്കന്മാരും രാജഗോപാൽ അടക്കമുള്ള ആളുകൾ ഇത് ചരിത്ര വിധിയായി പ്രകീർത്തിച്ചത് നമ്മൾ മറന്നിട്ടില്ല. പിന്നീട് എപ്പോഴാണ് നിങ്ങൾക്ക് നിലപാട് മാറ്റം വന്നത്? ആ നിലപാട് മാറ്റം വന്നത് ചില സംഘടനകൾ ഇതിനെതിരായി രംഗത്തിറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാട് മാറ്റം വരുത്തിയത് നിങ്ങളാണ്. നിങ്ങളുടെ ആദ്യ നിലപാടിൽ നിന്നും പിന്നീട് തെറ്റായി നിലയിലേക്ക് നിങ്ങൾ ഒരുപാട് ദൂരം ബഹുദൂരം നിങ്ങൾ സഞ്ചരിക്കേണ്ട. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. പിന്നെ ചോദിച്ചൊരു പ്രസക്തമായ ചോദ്യം കേസിനെ സംബന്ധിച്ച് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം കേരളത്തിൻ്റെ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നയാളാണ്. ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള 75% കേസുകളും പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രി തന്നെ ആധികാരികമായി പറഞ്ഞ കാര്യമാണ്. പിന്നീടുള്ള കേസുകൾ, കുറച്ച് കേസുകൾ എന്ന് പറയുന്നത് അത് സെഷൻസ് കേസാണ്. ഒരു സെഷൻസ് കേസ് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി അറിവില്ലാത്തവരല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾ. സെഷൻസ് കേസ് കോടതിയിൽ വിഡ്രോയൽ പെറ്റീഷൻ കൊടുത്ത് പ്രോസിക്യൂട്ടർ അടക്കം അതിനകത്ത് നിലപാട് പറഞ്ഞുകൊണ്ട് കേസുകൾ വിഡ്രോ ചെയ്യാവുന്നതാണ്. ആ പ്രോസസ്സിങ് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതിനെ ആയുധമാക്കുകയാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ആയുധമാക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് നിലവിൽ നിലനിൽക്കുന്ന എല്ലാ കേസുകളും പിൻവലിക്കുക തന്നെ ചെയ്യുമെന്നാണോ പറയുന്നത്? ഈ കേസുകൾ പിൻവലിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അതാണ് അതെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന് അപ്പുറത്തേക്ക് പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹം പറഞ്ഞു 75% കേസുകൾ പിൻവലിക്കപ്പെട്ടു കഴിഞ്ഞു. പിന്നീടുള്ളത് സെഷൻസ് രൂപത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് ഏതാനും ചില കേസുകളാണ്. ആ കേസുകൾ വിഡ്രോ ചെയ്യുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. അത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കേസുകൾ വിഡ്രോ ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ കേസുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനോ അതിനോട് ആരോടെങ്കിലും പ്രതികാര ബുദ്ധിയായി നടപടി സ്വീകരിക്കാനോ ഒന്നും തന്നെ സർക്കാരിന് യാതൊരു ഇതൊന്നും വ്യക്തിപരമായി എടുക്കുന്ന ഒരു സർക്കാരും നേതാക്കന്മാരുമല്ല ഇതിന് നേതൃത്വം നൽകുന്നത് എന്നത് നേരിട്ടറിയാവുന്ന ഒരാൾ കൂടിയാണ്. അവിടെ ഒരു കാര്യം കൂടി താങ്കൾ ഇതാ സൂചിപ്പിച്ചു കഴിഞ്ഞു. RV ബാബുവിനെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് താങ്കൾ അത് പറഞ്ഞത്. അതായത് RSS ഉൾപ്പെടെ ഒരു കാലഘട്ടത്തിൽ യുവതീ പ്രവേശനത്തെ പിന്തുണച്ചിരുന്നു. ഞാൻ കേട്ടറിഞ്ഞതിൽ അദ്ദേഹത്തിന് പോലും ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനെ അനുകൂലിക്കുന്ന നിലപാടായിരുന്നു എന്നാണ്. അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ ഞാൻ വരാം. അതിനു മുമ്പ് അപ്പോൾ സ്വാഭാവികമായും അവർ അവരുടെ നിലപാടുകൾ മാറ്റിയതാകാം. ചോദ്യം ഇതാണ്, സർക്കാർ അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് തയ്യാറാകുന്നുണ്ടോ? സർക്കാരിനെ സംബന്ധിച്ച് ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധി നാളിതുവരെയായി റദ്ദാക്കപ്പെട്ടിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് അല്ല, ഈ ഭരണഘടനാ വിധി എന്ന് പറയുമ്പോൾ താങ്കൾ ടെക്നിക്കൽ ഭാഗം പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഒരു കോടതി എങ്ങനെയാണ് വിധി പ്രസ്താവിക്കുന്നത്? സ്വാഭാവികമായും ദേവസ്വം ബോർഡിനോട് എന്താണ് നിലപാട്, യുവതീ പ്രവേശനത്തിലെ നിലപാട് എന്ന് ആരാഞ്ഞു, എന്താണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് ആരാഞ്ഞു. അത്തരം വിവരങ്ങൾ കൂടി ഈ പലപ്പോഴും നമ്മൾ തെറ്റിയിരിക്കുമല്ലോ. ഈ കോടതി വിധി പ്രഖ്യാപിക്കുന്നതൊരു അന്തിമമായ വിധിയിലേക്ക് എത്തുന്നത് തെളിവുകളുടെയും വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതിപ്പോൾ എത്ര പ്രമാദമായ കേസാണെങ്കിൽ പോലും അത് താങ്കൾക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്, ഇവിടെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം യുവതീ പ്രവേശനവുമായി വിധി പ്രസ്താവത്തിൽ നിർണായകമായിരുന്നില്ലേ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ? താങ്കൾ വിട്ടുപോയൊരു ഭാഗമുണ്ട്. താങ്കൾ പറഞ്ഞ 2 സെന്റൻസ്, ഒന്ന് ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഭാഗം കേട്ടിട്ടാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചതെന്നാണ് താങ്കൾ പറഞ്ഞത്. എനിക്ക് അതിൽ ആഡ് ചെയ്യാനുള്ള കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനുള്ള, ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല, അതിന് ആഡ് ചെയ്യാനൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ കൂടി വിലയിരുത്തിയാണ് ഈ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പ്രസ്താവിച്ചിട്ടുള്ളത്. അല്ലല്ല, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ഷേത്രാരാധനയുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് നിലപാടാണ് ഈ വലിയ വായിൽ വർത്തമാനം പറയുന്ന RSSഉം ഹിന്ദു ഐക്യവേദിയും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്, എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകണം. ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗമാണ് ചോദിച്ചത്. ഗവൺമെന്റിന്റെ ഭാഗം ഇവിടെ ഞങ്ങളുടെ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടാണ് അവർ പറഞ്ഞത്. അത് മറ്റേതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ ഓടി ഒളിക്കുകയോ ഒന്നും അല്ല ഇവർ പറയുന്നത് പോലെ ചെയ്തിട്ടില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് അടുത്തൊരു വിധി ഇതിനെ സംബന്ധിച്ച് അധികരിച്ച് എന്താണോ വരുന്നത്, എന്താണ് നിയമപരമായി ഭരണഘടനാപരമായി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ഇതല്ലാതെ ഇതിനകത്ത് കൂടുതലായോ കുറവായോ എന്തു ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചുകൂടെ താങ്കളൊന്ന് പറഞ്ഞു തന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം.
അല്ല, സ്വാഭാവികമായി ഇപ്പോൾ ഒരു യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്നു. യുവതികൾ ശബരിമലയിൽ കയറാനെത്തി. ആ സമയത്ത് സംസ്ഥാന സർക്കാർ സംരക്ഷണം നൽകിയൊരു പശ്ചാത്തലമുണ്ട്. നാളെ ഇനി നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമത്തിലടക്കം യുവതികൾ പങ്കെടുക്കണമെങ്കിൽ അവരെ പങ്കെടുപ്പിക്കുമോ? അതല്ല ഇനിയും സ്ത്രീകൾ ശബരിമലയിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായാൽ സംരക്ഷണം നൽകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഹൈന്ദവ സംഘടനകളിൽ നിന്നുണ്ട്. അതിനെന്തെങ്കിലും കൃത്യമായൊരു മറുപടി ഉണ്ടോ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ സർക്കാരിന്? അല്ല, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഒരു കാര്യം ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തേക്ക് വലിച്ചിഴച്ച് ഇതിലേക്ക് ഒട്ടിച്ച് ചേർക്കുന്നതിന് പിന്നിൽ ഗൂഢമായ ലക്ഷ്യമുണ്ട്. അത്തരമൊരു സംവിധാനം ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെ സാഹചര്യമില്ല. ഇല്ലാത്ത സാഹചര്യം ഇതാ വരാൻ പോകുന്നു എന്ന ഭീതി പരത്തുന്നതിന് പിന്നിൽ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യമില്ല. അല്ലല്ല അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഞാൻ ഈ സംശയം ചോദിക്കുന്നത്, നിലവിൽ ഈ വിഷയത്തിൽ താങ്കൾ തന്നെയാണ് സൂചിപ്പിച്ചത് സുപ്രീം കോടതിയുടെ കൃത്യമായ ഉത്തരവ് നിലനിൽക്കുന്നു. ആ ഉത്തരവാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത് എന്ന് താങ്കൾ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് ആ ഉത്തരവ് പ്രകാരം യുവതികൾക്ക് ഇപ്പോഴും പ്രവേശനം അസാധ്യമല്ല. അല്ല, അത്തരമൊരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നില്ലല്ലോ. ഇപ്പോഴാരും അങ്ങനെ വരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. ഇല്ലാത്തൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലല്ല, അങ്ങനെയല്ല ശ്രീ സുരേഷ് കുമാർ. ഞാൻ ചോദിക്കുന്നത് ദയവായി താങ്കൾ ശ്രദ്ധിക്കുക. ഇവിടെ സർക്കാർ ഞങ്ങൾ നിലപാട് മാറ്റിയിരിക്കുന്നു, ഇനി യുവതീ പ്രവേശനത്തോട് അനുകൂലിക്കുന്നില്ല, അത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്ന് കരുതി വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് തിരുത്താം. അതല്ല എങ്കിൽ അതല്ല, പുതിയ കാലഘട്ടത്തിൽ യുവതികൾ പ്രവേശിക്കുക തന്നെയാണ് വേണ്ടത്, ആ നിലപാടിൽ ഞങ്ങൾക്ക് മാറ്റമില്ല. ഇങ്ങനെ രണ്ട് ചോയ്സ് ഉണ്ട്. അതിനൊരു ഉത്തരം കൃത്യമായി നൽകിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സംശയം. ഇതൊരു സംശയം മാത്രമാണ്. ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നടത്തിയിട്ടുള്ള വിധി പ്രസ്താവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഏതെങ്കിലും രൂപത്തിൽ ഇത് ആൾട്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ റിജിഡായി ഈ നിയമം കൂടുതൽ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴോ ചെയ്യാൻ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ നടത്തേണ്ടുന്ന ഒരു ചർച്ചയും തീരുമാനങ്ങളുമാണ് അതിനകത്ത് വരേണ്ടത്. അന്ന് ആര് ഭരിച്ചാലും, കേരളത്തിൽ ആര് ഭരിച്ചാലും ഇതിനെ സംബന്ധിച്ചൊരു നിലപാട് സ്വീകരിച്ചേ മതിയാവും. അത് അന്നത്തേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമമാണ്. അത് വിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വലിയ ആക്ഷേപം ഞങ്ങൾക്കെതിരെ വരുന്ന സന്ദർഭമാണ്. കൃത്യമായ നിർവചനം നൽകിയിട്ടും അത് വിജയകരമായി നടത്താൻ വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിൽ RSSനും ഹിന്ദു ഐക്യവേദിക്കുമൊക്കെ മേൽക്കോയ്മയുള്ള ക്ഷേത്രങ്ങൾക്കകത്ത് വല്ലാത്ത നിലയിൽ അപരമത വിദ്വേഷം വിളമ്പുന്ന ഒരു രീതിയുണ്ട്. ബഹുമാനപ്പെട്ട മുൻ ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള ശ്രീമതി ശശികലയെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് മറ്റു മതങ്ങളെ വല്ലാത്ത നിലയിൽ ചീത്ത പറയുന്ന, മൈക്ക് കെട്ടി വെച്ച് ചീത്ത പറയുന്ന ആ രീതിയിലേക്കൊന്നും അവിടെയാണ് VR അനൂപ് സൂചിപ്പിച്ചത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിക്ക് അയ്യപ്പ സംഗമം നടത്തേണ്ട സാഹചര്യമൊന്നുമില്ല. എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തി ശബരിമല തന്നെ ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്ന സംശയം ജനങ്ങൾക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ്. അത് അനൂപിന് ഇതിന്റെ കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാതെ അനൂപ് പറഞ്ഞു പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞ കുറെ കാലമായി നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ കൂടെ ഞാൻ ഒരു കാര്യം പറയാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ആരാധനാലയങ്ങൾക്കകത്തും ഉത്സവമായിക്കൊള്ളട്ടെ, മറ്റ് സവിശേഷ ദിവസങ്ങളായിക്കൊള്ളട്ടെ, ഏത് പ്രധാനപ്പെട്ട സംഗതി ഉണ്ടായിരുന്നാലും ശരി, സർക്കാരോ പ്രാദേശിക സർക്കാരുകളോ അവിടുത്തെ മുഴുവൻ ഭക്തരുടെയും പ്രതിനിധികളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവലോകന യോഗങ്ങൾ നടത്തുക, അവിടുത്തെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, ഇതൊക്കെ നടന്നു വരുന്നൊരു രീതിയാണ്. ഇതിൽ അനൂപ് ഭാഗമാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അനൂപിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അങ്ങനെ പറഞ്ഞു പോയെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടം. ശരി, ശ്രീ രാഹുൽ ഈശ്വർ കൂടിയുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, എന്തായാലും ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എന്നത് ഈ സർക്കാർ നിലപാട് മാറിയോ എന്നുള്ളതാണ്. അത് എൻ്റെ ചോദ്യമല്ല, രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും സുപ്രീം കോടതി ഇനി ഈ വിഷയം പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. സാങ്കേതികമായി അങ്ങനെ നോക്കിയാൽ നിലവിലെ കോടതി വിധി നിലനിൽക്കുന്നുമുണ്ട്. നാളെ ഇനിയിപ്പോൾ ഒരു യുവതി വീണ്ടും ശബരിമലയിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ അവിടെ ഈ സർക്കാർ തന്നെയാണ് അതിലൊരു നിലപാട് പറയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചുരുങ്ങിയ നോളജ്. അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് സംവിധാനമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അതായത് അയ്യപ്പ സംഗമം നല്ലതിനോ ചീത്തയോ എന്തിനോ ആകട്ടെ, നടക്കട്ടെ, പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് തന്നെയാണോ അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകുന്നത്? എന്താണ് താങ്കളുടെ നിഗമനം? ശ്രീ അഭിലാഷ്, 2 മിനിറ്റ് തരണം, അങ്ങ് ഇടയ്ക്ക് ഇടപെടരുത്. വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റ്. ആദ്യത്തെ പോയിന്റ്, സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം വന്നിട്ടും കോൺഗ്രസും BJPയും CPMും അനുകൂലിച്ചിട്ടും 10,000 പോലീസുകാരുടെ സഹായത്തോടെ നിന്നിട്ടും ശബരിമല യുവതികളെ കയറ്റാൻ പറ്റിയോ?
ശബരിമല യുവതികളെ കയറ്റാൻ പറ്റിയോ? അതായത് ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അതിനെ എതിർത്ത് തോപ്പിച്ചില്ലേ? അത് 1-2 ഒന്നുമല്ല, 10-60 ദിവസം എതിർത്ത് തോപ്പിച്ചില്ലേ? അതുകൊണ്ട് ഇനി അത് അഹങ്കാരം കൊണ്ട് പറയല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി അനുകൂലമായിട്ട് നിലപാടെടുത്താലും എതിർ നിലപാടെടുത്താലും ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിയ യുവതികൾ കയറൂ എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കും. രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് മാറ്റിയാൽ അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അവർ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് പോകും. അതുകൊണ്ട് അയ്യപ്പ ഭക്തർക്ക് നിങ്ങളുടെ പിന്തുണയല്ല, അയ്യപ്പ ഭക്തരുടെ പിന്തുണ നിങ്ങൾക്കാണ് വേണ്ടത് എന്ന് നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. അതായത് സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിജീവിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ നാട്ടിലെ സാധാരണ ഭക്തർ, ഒരു കക്ഷി രാഷ്ട്രീയത്തിലും പെടാത്ത ഭക്തർ ഇറങ്ങി നിന്ന് പോരാടി നേടിയ വിജയമാണത്. അത് മറക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ CPM-ന്റെ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ജിയോടാണ്. അങ്ങയോട് ഞാനൊരു രഹസ്യം പറയാം, അങ്ങ് അത് കേൾക്കണം, ഒരു രഹസ്യമായിട്ട് തന്നെ കേൾക്കണം. യഥാർത്ഥത്തിൽ അങ്ങ് മനസ്സിലാക്കേണ്ടത് ശബരിമല വിധിന്യായം എന്താണെന്നാണ്. ഇത് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയാണ്. ഇദ്ദേഹം ഒരു വലതുപക്ഷ ഹിന്ദു ബ്രാഹ്മണവാദിയായിരുന്നു. ഇദ്ദേഹം യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വളഞ്ഞ വഴിയിൽ നടത്തിയ കളിയാണ് യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായം. അതായത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾ എടുത്തു കളഞ്ഞ് മുസ്ലിം സമൂഹത്തിന്റെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും അധികാരാവകാശങ്ങളെ കവർന്നെടുക്കാൻ ആർട്ടിക്കിൾ 44-ന് ആർട്ടിക്കിൾ 14-നെ കൂട്ടിക്കെട്ടി ആർട്ടിക്കിൾ 25-നെ ദുർബലപ്പെടുത്താൻ, ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്, അത് വെച്ച് ആർട്ടിക്കിൾ 25-നെയും 26-നെയും ദുർബലപ്പെടുത്താൻ നടത്തിയ ഒരു ഗെയിമാണ് യഥാർത്ഥത്തിൽ ഇത്. പക്ഷെ അത് അയ്യപ്പനായിട്ട് പൊളിച്ചു കളഞ്ഞതാണ്. ഇനി അത് സുപ്രീം കോടതി, ഞാൻ ബഹുമാനക്കുറവുകൊണ്ട് പറയല്ല, ഞാനും എൻറോൾഡ് അഡ്വക്കേറ്റ് ആണ്, സുപ്രീം കോടതി അല്ല, സുപ്രീം അയ്യപ്പനല്ല. പക്ഷേ താങ്കൾ പറയുന്നത് പോലെ കോടതി വിധി ഒരു ജഡ്ജിയുടെ ഭാഗത്ത് നിന്നല്ലല്ലോ, ഭൂരിപക്ഷ വിധിയല്ലേ വന്നത്? അല്ലല്ല, 4-1 അതിൽ ഒരു സ്ത്രീ ആയിരുന്നു അത് യഥാർത്ഥത്തിൽ എതിർത്ത ഇന്ദു മൽഹോത്രാജി. അവരെ പോലുള്ള ജഡ്ജിമാരാണ് വേണ്ടത്. ഇനി ജഡ്ജിമാരെ ഒന്ന് വ്യക്തിപരമായ പേരെടുത്ത് പറയുന്നത് മോശമാണ്. ഈ ജഡ്ജിയെ പേരെടുത്ത് പറഞ്ഞാൽ എനിക്കെതിരെ കണ്ടംപ്റ്റ് പോയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ, എനിക്കെതിരെ ആക്ഷൻ ഒന്നും എടുത്തില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ്. ഇനി അത് സുരേഷ് കുമാർജി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസക്തി, പ്രത്യേകിച്ച് അനൂപ് അറിഞ്ഞിരിക്കേണ്ട പ്രസക്തിയുണ്ട്. നിങ്ങളുടെ പാർട്ടി CPM-ഉം CPI-യും കോൺഗ്രസും അടക്കം ഇന്ത്യയിൽ ആദ്യമായി ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യാൻ 70 MP-മാര് ഒപ്പിട്ട് കൊടുത്ത ആളാണ് ദീപക് മിശ്രാജി. അന്ന് വെങ്കയ്യ നായിഡുവാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചെടുത്തത്. ഈ വ്യക്തിക്കെതിരെ ഞാനൊരു 6-7 വർഷമായി പറയുന്നുണ്ട്. അതിനുശേഷമാണ് 4 സുപ്രീം കോടതി ജഡ്ജിമാർ ഇദ്ദേഹത്തിനെതിരെ പ്രസ് മീറ്റ് വിളിച്ചത്, നമ്മുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫും ജസ്റ്റിസ് ചെലമേശ്വറും അടക്കം. ഈ വ്യക്തിയെ നിങ്ങളുടെ പാർട്ടി അടക്കം ഇംപീച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക്, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ് ഇംപീച്ച്മെന്റ് മോഷൻ മൂവ് ചെയ്യപ്പെട്ടത്. അപ്പം ദീപക് മിശ്രയുടെ കള്ളത്തരങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലായില്ല. ശബരിമലയിൽ എല്ലാ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നുണ്ട്. ശബരിമലയിൽ യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ പ്രായ നിയന്ത്രണത്തെ സ്ത്രീ വിവേചനമായി ചിത്രീകരിച്ച് സ്ത്രീകൾക്ക് വലിയ എന്തോ മുന്നോട്ട് കാര്യം ഞങ്ങൾ കൊണ്ടുവരുന്നു, അങ്ങനെ ഹിന്ദു സ്ത്രീകളെ ഞങ്ങൾ രക്ഷിച്ചു, ഇനി മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാൻ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം എന്ന കളവ് ഒരുക്കാൻ വേണ്ടി ചെയ്തതാണ് യഥാർത്ഥത്തിൽ ഇത്. ആ യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് കൂടെ ആർക്ക് വേണ്ടി അല്ല രാഹുൽ ഈശ്വർ, താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു കളമൊരുക്കുന്നത് ആർക്ക് വേണ്ടി? ആ കളം ഒരുക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം വിരോധവും ഇസ്ലാമോഫോബിയും മനസ്സിലുള്ളവർക്ക് വേണ്ടി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇനി അത് രാഹുൽ ഈശ്വറിനെ വേണ്ട, BJP-യുടെ രാജ്യസഭാ MP ആയിരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ നിലപാട് എന്തായിരുന്നു അറിയാമോ? അദ്ദേഹം ഹാർവേഡിലെ പ്രൊഫസർ ആയിരുന്നു. മുസ്ലിം വിരോധം പറഞ്ഞതിന് ഹാർവേഡിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അദ്ദേഹം പറയുന്നത് പട്ടാളത്തെ ഉപയോഗിച്ച് ശബരിമല യുവതികളെ കയറ്റണം, എന്നിട്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം. രഹസ്യമായിട്ടൊന്നുമല്ല, പരസ്യമായിട്ടാണ്. ഇനി നമ്മുടെ സുരേഷ് കുമാർജി അറിയേണ്ടത്, അന്നല്ല RV ബാബു ചേട്ടൻ ഇന്ന് ശബരിമല യുവതികളെ കേട്ടണമെന്നാണ് അഭിപ്രായം. TG മോഹൻദാസ് TV ചാനലിൽ നിന്ന് പരസ്യമായി എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇവനെ പോലുള്ള പിന്തിരിപ്പന്മാര് കാരണമാണ് സ്ത്രീ സമത്വം നടപ്പാക്കാത്തത്. അപ്പൊ അതിന് പിന്നിൽ ഒരുപാട് അന്തർധാരകളുണ്ട്. അത് പോട്ടെ. 2, ഈ വിഷയത്തിലേക്ക് വന്നാൽ NSS-ഉം SNDP ഇതിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ഹിന്ദു സമുദായവും പിന്തുണച്ചു എന്നാണ് അർത്ഥം. പക്ഷേ അത് കണ്ടീഷനിലാണ്. ആചാരാനുഷ്ഠാനങ്ങളൊന്നും ലംഘിക്കരുത്. ആ ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ശബരിമല യുവതി പ്രവേശനം മാത്രമല്ല, ശബരിമല ആചാരങ്ങളുടെ ഭാഗമാണ്, അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധം, അയ്യപ്പൻ എന്ന ഹിന്ദുവും വാവർ എന്ന മുസ്ലിമും തമ്മിലുള്ള ബന്ധം. വാവര് സ്വാമിക്ക് വേണ്ടി ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഇസ്ലാമിക ഷ്രൈൻ ഉണ്ട്. ഓർക്കുക, ശബരിമല അമ്പലത്തിനുള്ളിൽ വാവർക്ക് വേണ്ടി ഒരു നടയുണ്ട്. അവിടെ പച്ചപ്പട്ടും ഭസ്മവും തരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരാൾ നൂറ്റാണ്ടുകളായി ഇരിപ്പുണ്ട്. എരുമേലിയിലെ പള്ളി മാത്രമല്ല. അപ്പം നമ്മുടെ ചരിത്രത്തിൽ ആ ആചാരാനുഷ്ഠാനങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. ഞാനൊരു CPM വിരുദ്ധനാണ്, അങ്ങയുടെ പാർട്ടിയോട് എന്നും അടികൂടി നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ശ്രീ പിണറായി വിജയൻ അയ്യപ്പന്റെയും വാവരുടെയും സൗഹൃദം എടുത്തു പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് എതിർപ്പുള്ള വ്യക്തിയാണ് ഞാൻ, അദ്ദേഹം കാരണം 4-5 തവണ ജയിലിൽ കിടന്ന വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ ചരിത്രത്തെ
വാവരെ ഹൈലൈറ്റ് ചെയ്യുന്നു, അയ്യപ്പനെയും വാവരെയും ഹൈലൈറ്റ് ചെയ്യുന്നു, അതിലൊക്കെ സന്തോഷം തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ പറയാതെ പോകാൻ കഴിയില്ല. എല്ലാരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമാണ്. ശ്രീ കുമ്മന രാജശേഖരൻ അടക്കമുള്ള എന്താ പറയുക കാവി ധരിക്കാത്ത സന്യാസിമാരടക്കമുള്ളവരുണ്ട്, അയ്യപ്പ സേവാ സംഘമുണ്ട്. ഇവരെ ഒന്നും വിളിക്കാതെ എങ്ങനെയാണ് ഒരു അയ്യപ്പ ഭക്ത സമ്മേളനം നടത്തുക? അതായത് ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. 22-ാം തീയതി ഒരു അയ്യപ്പ സംഘം നടക്കുന്നു എന്ന് അറിയുന്നു, നല്ലതാണ്, അത് വിജയിക്കട്ടെ. പക്ഷേ അവരെ കൂടെ കൂട്ടി എല്ലാവരും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിൽക്കണം. ശ്രീ സുരേഷ് ഗോപി ആകാം, അല്ലെങ്കിൽ കുമ്മന രാജശേഖരൻ ചേട്ടനാകാം, ബാക്കി ആരെങ്കിലും ആകാം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ശ്രീ പ്രശാന്തിനും ദേവസ്വം മന്ത്രി വാസവൻ സാറിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. അല്ലാതെ വർഗീയവാദികളെ ഇവിടെ കേട്ടില്ല എന്നൊന്നും പറയുന്ന രീതി ഒരു രാഷ്ട്രീയ രീതി ആക്കരുത്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിൽ BJP-യും DMK-യും മുരുകാ സമ്മേളനങ്ങൾ ഗംഭീരമായി നടത്തി, രണ്ടും നല്ലതായിരുന്നു. അതേപോലെ അയ്യപ്പ സമ്മേളനം രണ്ടുപേരും നടത്തട്ടെ, നന്നായിക്കൊള്ളട്ടെ. പക്ഷേ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുമ്പോട്ട് പോവുകയും പല അയ്യപ്പ സംഘടനകൾക്കും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. അയ്യപ്പ സേവാ സംഘം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നതിന് 5 വർഷം മുമ്പ് ഉണ്ടാകുന്ന സംഘടനയാണ്. 75 വർഷമോ 80 വർഷം ഉണ്ട്. അവരെ ഒന്നും വിളിച്ചില്ലെന്നാണ് ഇതുവരെയുള്ള അറിവ്. ഇനിയും വിളിക്കുമോന്ന് അറിയില്ല. അപ്പൊ അവരെ അടക്കം ഒരുമിച്ച് നിർത്താൻ പറ്റിയില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഇലക്ഷന്റെ വർഷത്തിൽ സോഫ്റ്റ് ഹിന്ദു വോട്ടുകൾക്ക് നിങ്ങൾ ശ്രമിക്കുന്നു എന്ന വിമർശനം വന്നാൽ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസിനെയും BJP-യെയും CPM-നെയും ഒരുമിച്ച് നിർത്തി എല്ലാ അയ്യപ്പ സംഘങ്ങളെയും ഒരുമിച്ച് നിർത്തി. ഇനി ഒരു കാര്യം കൂടെ, ഞാൻ പേര് പറയുന്നില്ല, 1-2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും ഇൻവിറ്റേഷൻ കിട്ടിയില്ല, ഇത് ദേവസ്വം ബോർഡിന്റെ 70. അപ്പൊ ഇതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവണ്ട എന്നുണ്ടെങ്കിൽ എല്ലാരെയും ഒരുമിച്ച് നിർത്തി എല്ലാരെയും അങ്ങോട്ട് ചെന്ന് വിളിച്ച് ശബരിമലയ്ക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയം മറന്ന് നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നത് CPM-ന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശിഷ്യ മുഖ്യമന്ത്രിയുടെയും പ്രശാന്തിയുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ശരി. ശ്രീ RV ബാബു, ഞാൻ ചോദ്യം ആവർത്തിക്കുന്നില്ല. കുറച്ച് സംശയങ്ങൾ താങ്കളോടായി ഇവിടെ സുരേഷ് കുമാർ ഉന്നയിച്ചിരുന്നു, വളരെ പെട്ടെന്ന്. അല്ല, ഞാൻ എന്റെ വ്യക്തിപരമായ നിലപാടിനെ സംബന്ധിച്ച് ഇനി ഞാൻ ആവർത്തിക്കേണ്ടതില്ല. അതെന്റെ വ്യക്തിപരമായ ബോധ്യത്തിന്റെ നിലപാടാണ്. തീർച്ചയായും സംഘടനയുടെ നിലപാട് വ്യത്യസ്തമാണ്. ആ നിലപാട് സംഘടനയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാനത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ശരി. ഈ 22-ാം തീയതി നടക്കാൻ പോകുന്ന അടുത്ത സംഗമം അല്ലെങ്കിൽ ബദൽ സംഗമം, അങ്ങനെ ഒരു സംഗമം ഇതിന്റെ പൊള്ളത്തരം വിളിച്ചു പറയുക എന്നതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായ നീക്കങ്ങൾ ഉണ്ടാകുമോ? അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് സുരേഷ് കുമാർ പറഞ്ഞ വേറെ ചില കാര്യങ്ങളും കൂടി ഉണ്ടല്ലോ, അതുകൂടിയും ചേർത്തിട്ട് ഞാൻ പറയാം. ശബരിമല വിഷയത്തില് സംഘപരിവാർ അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയത് ഏത് സമയം മുതലാണ്? അതിനൊരു ചരിത്രമുണ്ടല്ലോ. പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ ഏത് സമയം മുതലാണ് ഇറങ്ങിയത്? ശരി. അത് ഇടതുപക്ഷ സർക്കാരിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ധിക്കാരപരമായ ചില നടപടികളുടെ അടിസ്ഥാനത്തിലാണ്. ആ ധിക്കാരപരമായ നടപടികൾ പൊതു വിശ്വാസി സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ. അതിനു മുൻപ് ഹൈന്ദവ സംഘടനകൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. RSSന്റെ കാര്യവാഹ് ശ്രീ ഗോപാലപട്ടി മാഷ് പരസ്യമായി ഒരു പ്രസ്താവന നടത്തിയിരുന്നു, എങ്ങനെ വേണം ഈ വിഷയത്തെ സമീപിക്കാൻ എന്നതിനെ സംബന്ധിച്ച്. ആ ഒരു സമവായത്തിന്റെ അന്തരീക്ഷം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സുപ്രീം കോടതി വിധിയാണ് ഇത് നടപ്പാക്കിയേ പറ്റൂ, ഏത് വിധേനയും സ്ത്രീകളെ അവിടെ കയറ്റും എന്ന് പറഞ്ഞ് കയറ്റിയതാരെയാണ്? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതെല്ലാം ചരിത്ര വസ്തുതയാണ്. അത് വീണ്ടും ചർവണമാക്കി കൊണ്ടുപോകണമെന്ന് താല്പര്യമില്ല. അപ്പോ അടിസ്ഥാന പ്രശ്നം ഈ വിഷയത്തെ ഈ തരത്തിൽ വളരെ വലിയ തോതിൽ മലീമസമാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം CPM സർക്കാരിനാണ്. CPM വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, വിശ്വാസികൾക്കൊപ്പമാണ് CPM എങ്കിൽ ഈ ശബരിമല വിഷയത്തിലെ വിശ്വാസികൾക്കൊപ്പം നിന്ന ഒരു പാരമ്പര്യം CPM-ന് ഇല്ലല്ലോ. പറയുന്നത് എന്താ? ഞങ്ങൾ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസത്തിന്റെ ഒപ്പമല്ല എന്നുള്ളൂ. പക്ഷെ P. കൃഷ്ണപിള്ളയുടെ ചരിത്രം നോക്കൂ, AK ഗോപാലിന്റെ ചരിത്രം നോക്കൂ. എന്റെ സുരേഷ് കുമാറെ, P. കൃഷ്ണപിള്ളയും AK ഗോപാലിനൊന്നും കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന സമയത്തല്ലല്ലോ ഈ സമരം നടത്തിയത്. 939-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് കേരളത്തിൽ. 931-ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം. 24-ലെ വൈക്കം സത്യാഗ്രഹത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല. 931-ലെ സത്യാഗ്രഹത്തിലാണ് ഇത് P. കൃഷ്ണപിള്ളയും AK ഗോപാലും ഉണ്ടായിരുന്നത്. അന്ന് അവര് AKGയുടെ നമ്മുടെ കേളപ്പജിയുടെ ശിഷ്യന്മാരായിരുന്നു, കോൺഗ്രസ്സുകാരായിരുന്നു. നിങ്ങൾ ഇങ്ങനെ വ്യാജ ചരിത്രം പറഞ്ഞ് ആളുകളെ പറ്റിച്ചിട്ടൊന്നും കാര്യമില്ല. ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് സംഘടിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്റ്റണ്ടാണ്, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്നതാണെന്നുള്ള ആക്ഷേപം അത് ഓരോ ദിവസം ചെല്ലുന്തോറും അടിവരയിട്ട് വ്യക്തമാവുകയാണ്. ഇപ്പോഴും ഇവർ പറയുന്നത് എന്താ? ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന്. പക്ഷേ ഇവരുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ സർക്കാരിന്റെ നിർദ്ദേശവും സർക്കാരിന്റെ ലോഗോ വെച്ചുള്ള നിർദ്ദേശങ്ങളല്ലേ പോകുന്നേ.
അപ്പൊ ഇത് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കോടതിയിൽ ഇവർ പറഞ്ഞത് ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നതെന്നാണ്. അപ്പോ ഓരോ ദിവസവും ഇവരുടെ കാപട്യം അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാപട്യം വിശ്വാസി സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ ഞാൻ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യത്തിന് കൂടി ഒന്ന് മറുപടി പറയേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ എല്ലാ ചർച്ചയിലും ശബരിമല വിധിയെ യൂണിഫോം സിവിൽ കോഡുമായിട്ട് ബന്ധിപ്പിച്ച് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു വിധിയായിട്ട് ദീപക് മിശ്ര കൊണ്ടുവന്നതാണ്. ദീപക് മിശ്രയെ കുറിച്ചുള്ള ചരിത്രമൊന്നും എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്ക് രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത്, ഇന്ത്യയിൽ സുപ്രീം കോടതി ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് മുൻപ് എത്രയോ തവണ നമ്മുടെ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് സംസ്ഥാന ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരാണ് അങ്ങനെ പറയാത്തതായിട്ടുള്ളത്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന പറയുന്നു, ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താ പറഞ്ഞത്? അപ്പോ ഇനി രണ്ടാമത് രാഹുൽ ഈശ്വറോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഇങ്ങനെ അല്ലെന്നിരിക്കട്ടെ, സ്ത്രീകൾ കയറണ്ട എന്നാണ് വിധി എന്നിരിക്കട്ടെ, അതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് വരാതിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? ഈ യൂണിഫോം സിവിൽ കോഡ് വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. 370 വകുപ്പ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അയോധ്യയിൽ രാമക്ഷേത്രം വന്നിട്ടുണ്ടെങ്കിൽ, CAA നിയമം നിങ്ങളൊക്കെ ശക്തമായി എതിർത്തിട്ടും ഇപ്പോ 2014 എന്നുള്ളത് 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഈ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ നോൺ മുസ്ലിംസിന് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ച ഒരു സർക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, യൂണിഫോം സിവിൽ കോഡ് വരിക തന്നെ ചെയ്യും. അത് ശബരിമല പ്രക്ഷോഭമായിട്ടൊന്നും യാതൊരു ബന്ധവും വേണ്ട. ശരി ശരി, നമുക്ക് സമയം അതിക്രമിച്ചു. പോയിന്റഡായി മറുപടി. അങ്ങയുടെ ഗുരുവിനെ ഓർത്താ മതി. ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ആത്മഹത്യ ഉണ്ടെന്ന് പറയണം. ഒരാൾ തീരുമാനിച്ചെടുത്ത് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് RSSന്റെ ഏറ്റവും വലിയ സർസംഘചാലകായിരുന്ന ഗുരുജി ഗോൾവൽക്കറാണ്. 33 വർഷം സംഘടനയെ നയിച്ച ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് മുസ്ലിങ്ങൾക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണയുള്ളവരാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. രാഹുൽ ഈശ്വർ അല്ല. മുസ്ലിങ്ങളുടെ ജനസംഖ്യയെ നിയന്ത്രിക്കാനുള്ള വളഞ്ഞ വഴിയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞത്. RSSന്റെ രാഹുൽ ഗുരുജി ഗോൾവൽക്കർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അതിന്റെ അന്തിമമായ അഭിപ്രായം അതിന്റെ ഓൾ ഇന്ത്യ പ്രതിനിധി സഭയിലാണ് എടുക്കുന്നത്. ആ പ്രതിനിധി സഭ ഒരു 100 വട്ടമെങ്കിലും പ്രമേയം പാസാക്കിയിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നതിനെ സംബന്ധിച്ച്. അതാണ് RSSന്റെ അഭിപ്രായം. കാരണം കൊണ്ടല്ലേ, മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയല്ലേ, വളഞ്ഞ വഴിയിലൂടെ മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. ശരി ശരി, ഞാനല്ല, ഗുരുജി പറഞ്ഞതാണ്, ഞാനല്ല, ഗുരുജി പറയുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് നമ്പർ കൂടുന്നു, മുസ്ലിങ്ങൾ കൂടുതൽ കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ ഉള്ളവരാണ് ഞങ്ങളുടെ ഇടയിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത് പറയുന്നത്. ഇവർ ഈ രാജ്യത്തെ നശിപ്പിക്കും. ये राष्ट्रों के विनाश के कारण है. RSS പ്രസിദ്ധീകരിച്ച ഇന്റർവ്യൂ ആണ്. RSSന്റെ നിലപാട് ഞാൻ ചോദിക്കുന്നത്, സുപ്രീം കോടതി പറഞ്ഞത് ഈ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണോ? സുപ്രീം കോടതി ദീപക് മിശ്ര വളഞ്ഞ വഴിയിലൂടെ യൂണിഫോം ആ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് തെറ്റാന്ന് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് തെറ്റാണ് എന്ന് ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, ഗുരുജി ഗോൾവൽക്കർ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഗുരുജി ഗോൾവൽക്കറിന് തെറ്റുപറ്റിയെന്ന് പറയൂ. ഗുരുജി ഗോൾവൽക്കറിന് തെറ്റുപറ്റിയെന്ന് പറയൂ. RSSനെ 33 വർഷം ഭരിച്ച ഗുരുജി ഗോൾവൽക്കറിന് തെറ്റുപറ്റിയെന്ന് പറയൂ. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയാണോ ഗുരുജി ഗോൾവൽക്കറാണോ? ഗുരുജി ഗോൾവൽക്കർ പറയുന്നത് ഈ യൂണിഫോം സിവിൽ കോഡ്. ശരി ശരി, എന്തായാലും നമ്മുടെ വിഷയം, എന്റെ ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരവുണ്ടോ? നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ ശരി, നമ്മുടെ വിഷയം എന്നത് ഏകീകൃത സിവിൽ കോഡ് അല്ല. തീർച്ചയായും അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ തുടരുന്ന സാഹചര്യമാണുള്ളത്. അനൂപ്, സമയം അതിക്രമിച്ചു. ഓണക്കാലമായതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ പരസ്യമുള്ളൊരു സമയം കൂടിയാണ്. എന്തായാലും റൈറ്റ് അനൂപ്, വളരെ പെട്ടെന്ന്. അത് ശരിയല്ല, എനിക്ക് മതിയായ സമയം വേണം. നിങ്ങൾ സമയം അതിക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സമയം ക്രമീകരിക്കേണ്ടതായിരുന്നു. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ CPM പ്രതിനിധി ശ്രമിക്കുന്നുണ്ട്. CPMന്റെ നേതാക്കന്മാർ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നതിനോ ക്ഷേത്രത്തിൽ പോകുന്നതിനോ ഞങ്ങൾ എതിരല്ല. പക്ഷെ അതിലെ കാപട്യമാണ് ഒരു വശത്ത്. അല്ല, അതിന് ആധികാരികതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് പോകട്ടെ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, മറുപടി പറയേണ്ടതുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ
ക്ഷുദ്രപ്രയോഗം നടത്തി എന്നൊക്കെ പറയുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നിങ്ങളുടെ നിരവധിയായ രാഷ്ട്രീയമായ ക്ഷുദ്രപ്രയോഗങ്ങളെ അതിജീവിച്ച നേതാവാണെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഒരു കാര്യം അദ്ദേഹം ഒരു വിശ്വാസിയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പോലെ പുറമേക്ക് ലെനിൻ പൂജാമുറിയിൽ പൂന്താനം എന്ന് പറയുന്ന ആളല്ല. ആ വിശ്വാസിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് പൗരത്വ സമരകാലത്തും വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വലിയ പ്രക്ഷോഭം നയിച്ച് കാസർഗോഡ് മുസ്ലിം ജനസാമാന്യത്തിന്റെ പിന്തുണ നേടിയത്. അത് ഗാന്ധിയുടെ മാതൃകയാണെന്നേ. ശരി റൈറ്റ്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം കാപട്യമോ എന്ന ചോദ്യത്തിന് 87% പ്രേക്ഷകർ അതെ എന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. 11% പ്രേക്ഷകർ മാത്രമാണ് അല്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത്. ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ അവസാനിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇന്നും ഈ വിഷയം നമുക്ക് പ്രൈം ഡിബേറ്റ് ചർച്ചയായി എടുക്കേണ്ടി വന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിലും ഇതേ വിഷയം തന്നെ ആവർത്തിക്കപ്പെട്ടേക്കാം. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.